JCB അടക്കമുള്ള കമ്പനികൾ ആയിരക്കണക്കിന് മണ്ണുമാന്തി യന്ത്രങ്ങളാണ് കഴിഞ്ഞ വർഷങ്ങളിൽ കേരളത്തിൽ വിറ്റത്. കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെ തുടർന്ന് മണ്ണെടുപ്പിനും പാറഖനനത്തിനും നിയന്ത്രണം വന്നു. ഇതോടെ മണ്ണുമാന്തി യന്ത്രം വാങ്ങുന്നവരുടെ എണ്ണം വല്ലാതെ കുറഞ്ഞു. മാസത്തിൽ 150ലധികം JCBകൾ വിറ്റുപോയിരുന്ന കേരളത്തിൽ കേവലം 10 എണ്ണമാണ് ഇപ്പോൾ വിൽക്കുന്നത്. ടിപ്പർ ലോറികളുടെ വിപണിയും കുത്തനെ ഇടിഞ്ഞു. അതായത് ഒരാളിപ്പോൾ നമ്മളൊരു എൻക്വയറി വരിക, അതായത് ഒരു കസ്റ്റമർ കയറി വരിക എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതം പോലെയാണ് ഇപ്പോഴത്തെ കാര്യം. ടിപ്പർ അത് പറയുന്ന LCV മേഖലയിൽ ഒരു എന്താ പറയുക, ഒരു 70% മേലെ ഡ്രോപ്പ് വന്നിട്ടുണ്ട്. ടിപ്പറും JCBയും എല്ലാം വാങ്ങി മണ്ണെടുപ്പും മറ്റും നടത്തിയിരുന്നവരും ഇപ്പോൾ പ്രതിസന്ധിയിലാണ്. ജോലിയില്ലാത്തതിനാൽ വാഹനങ്ങൾ ഉപേക്ഷിക്കേണ്ട സ്ഥിതിയിലാണ് പലരും. എങ്ങനെയെങ്കിലും ഇപ്പോൾ വിറ്റ് ഒഴിവാക്കാനൊക്കെ വിറ്റാൽ തന്നെ ഇപ്പോൾ ഒരാൾ എടുക്കാനില്ല, വാഹനം എടുക്കുന്നില്ല. കാരണം 10 ലക്ഷം 15 ലക്ഷം റുപ്യ ഉണ്ടായ സെക്കൻഡ് ഹാൻഡ് വാഹനത്തിൽ ഇപ്പോൾ 2 ലക്ഷം 3 ലക്ഷം റുപ്യ വില പറയുന്നത്. 80% 90% ലോൺ എടുത്തിട്ടാണ് ഈ വാഹനങ്ങൾ വാങ്ങിയത്. ഈ വാഹനങ്ങൾ വാങ്ങിയ ആൾക്കാർക്ക് തന്നെ ഈ വാഹനങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഇപ്പോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലല്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ടിപ്പറിൻ്റെയും JCBയുടെയും കേരളത്തിലെ വിപണി എളുപ്പം കരകയറുമെന്ന പ്രതീക്ഷ വാഹന ഡീലർമാർക്കില്ല. MK ഷുക്കൂർ, മീഡിയ 1, കോഴിക്കോട്.